വെൽക്കം. തഹമനാണ്. ഓട്ടോകോഡ്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ പറയാം സബ്സ്റ്റൻസ് പിയെ കുറിച്ചിട്ടാണ് ആൻഡ് ഓൾസോ സബ്സ്റ്റൻസ് പി റിലേറ്റഡ് മരുന്നുകളെ കുറിച്ചും നമ്മൾ പറയും. സോ പെപ്റ്റൈഡ് ഓട്ടോകോഡ്സിൽ നമുക്ക് 3 പെപ്റ്റൈഡ്സ് ആണ് പഠിക്കാനുള്ളത്. സോ പെപ്റ്റൈഡ്സ് ഓട്ടോകോഡ്സിൽ നമുക്ക് 3 പെപ്റ്റൈഡ് നമ്മൾ പഠിക്കാനുള്ളത്. ഒന്ന് പ്ലാസ്മ കൈനിൻ ഫാമിലിയിലെ ബ്രാഡികൈനിൻ ആണ്. ബ്രാഡികൈനിൻ അത് നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് വീഡിയോയിലാണ് പറയാ അല്ലെങ്കിൽ പറഞ്ഞു. ദെൻ പിന്നെ ഉള്ളത് രണ്ടാമത്തെ ആൻജിയോടെൻസിൻ ആണ്. ആൻജിയോടെൻസിൻ ആണ് രണ്ടാമത്തത്. സോ ദിസ് is 1, this is 2. മൂന്നാമത്തതാണ് നമുക്ക് സബ്സ്റ്റൻസ് പി എന്ന് പറയുന്നത്. സോ 3 പെപ്റ്റൈഡ് ഓട്ടോകോഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ സബ്സ്റ്റൻസ് പി ഇസ് എ പെപ്റ്റൈഡ് ഓട്ടോകോഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് ഇറ്റ്സ് എ ന്യൂറോപെപ്റ്റൈഡ് ആണ്. സോ ന്യൂറോപെപ്റ്റൈഡ് ആണ് സബ്സ്റ്റൻസ് പി എന്ന് പറയുന്നത്. ന്യൂറോപെപ്റ്റൈഡ് തന്നെ വിവിധ തരമുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ 1 ഈസ് ന്യൂറോകൈനിൻ. ന്യൂറോകൈനിൻ എ ആണ് ഒരു പ്രധാനപ്പെട്ടത്. പിന്നെ ഉള്ളത് കാൽസിറ്റോണിൻ ജീൻ റിലേറ്റഡ് പെപ്റ്റൈഡ് ആണ്. CGRP എന്ന് നമ്മൾ എഴുതും. കാൽസിറ്റോണിൻ ജീൻ റിലേറ്റഡ് പെപ്റ്റൈഡ് ആണ്. മൂന്നാമത്തത് സബ്സ്റ്റൻസ് പി. ഇത് മൂന്നുമാണ് നമുക്ക് ന്യൂറോപെപ്റ്റൈഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനിയും പറയാനാണെങ്കിൽ നമുക്ക് എൻകെഫലിൻസ് എൻഡോർഫിൻസ് ഒക്കെ പെപ്റ്റൈഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. സോ സ്മോൾ ടു മീഡിയം സൈസ്ഡ് പെപ്റ്റൈഡ്സ് ആണ് ന്യൂറോപെപ്റ്റൈഡ് എന്ന് പറയാം. സോ സബ്സ്റ്റൻസ് പി ഇതിൽ വരുന്നത് ടാക്കികൈനിൻ ഫാമിലിയിൽ വരുന്നതാണ്. ടാക്കികൈനിൻ ഫാമിലിയിൽ വരുന്നത് 1 ഈസ് ന്യൂറോകൈനിൻ എ വരുന്നുണ്ട്. ദെൻ ന്യൂറോകൈനിൻ ബി വരുന്നുണ്ട്. ആൻഡ് ഇത് രണ്ടും ന്യൂറോകൈനിൻ എ ആൻഡ് ബി ആർ ഡെക്കാപെപ്റ്റൈഡ് ആണ്. ഡെക്കാപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെക്കാപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ 10 അമിനോ ആസിഡ് ഉണ്ടാകും. പക്ഷെ സബ്സ്റ്റൻസ് പിയിൽ നമുക്ക് 11 അമിനോ ആസിഡ് ഉണ്ട്. സോ ദാറ്റ്സ് ആൻ അൺഡെക്കാപെപ്റ്റൈഡ് ആണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഇപ്പൊ 11 അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ആർജിനിൻ ഉണ്ട്, ദെൻ പിന്നെ ഒരു പ്രോലീൻ ഉണ്ട്, ദെൻ പിന്നെ ഒരു ലൈസീൻ ഉണ്ട്, ദെൻ വീണ്ടും ഒരു പ്രോലീൻ, ദെൻ ഒരു ഗ്ലൂട്ടമിൻ ഇടണം, ദെൻ ഫിനൈൽ അലാനിൻ ഉണ്ട്, ദെൻ വീണ്ടും ഒരു ഫിനൈൽ അലാനിൻ, ദെൻ ഒരു ഗ്ലൈസിൻ, പിന്നെ ഒരു ലൂസീൻ, പിന്നെ ഒരു മെത്തിയോണിൻ. സോ ഇത്രയും 11 അമിനോ ആസിഡ് ചേരുന്നതാണ് ഈ സബ്സ്റ്റൻസ് പി എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഒരു പെപ്റ്റൈഡ്, ന്യൂറോപെപ്റ്റൈഡ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഈ ടാക്കികൈനിൻസ് എല്ലാം പ്രവർത്തിക്കുന്നത് അവയുടെ റിസപ്റ്റേഴ്സ് വഴിയാണ്. അപ്പോൾ നമുക്ക് റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയണം. റിസപ്റ്റേഴ്സ് ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സ് ആണ്. ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സ് 3 ഉണ്ട്. 1 ഈസ് ന്യൂറോകൈനിൻ 1 റിസപ്റ്റർ ഉണ്ട്, ദെൻ ന്യൂറോകൈനിൻ 2 ഉണ്ട്, ദെൻ ന്യൂറോകൈനിൻ 3 ഇങ്ങനെയൊക്കെ റിസപ്റ്റർ ഉണ്ട്. 3 ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്. GQ-ബാർ G11 അങ്ങനെ PLC, ദെൻ ഫോസ്ഫോലിപ്പേസ് CIP3 DAG സിസ്റ്റം വഴിയാണ് ഇത് വർക്ക് ചെയ്യുക. ആൻഡ് ഇതിൽ സബ്സ്റ്റൻസ് പി നമ്മൾക്ക് വേണ്ടത് സബ്സ്റ്റൻസ് പി ആണ്. സബ്സ്റ്റൻസ് പി പ്രവർത്തിക്കുന്നത് ന്യൂറോകൈനിൻ 1 റിസപ്റ്റർ വഴിയാണ്. സോ സബ്സ്റ്റൻസ് പി ന്യൂറോകൈനിൻ 1 റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ് സബ്സ്റ്റൻസ് പി എന്ന് നമുക്ക് പറയാം. സോ ഇതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുക. ആൻഡ് ഈ സബ്സ്റ്റൻസ് പിയെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ഇൻറ്റെസ്റ്റൈനൽ സ്മൂത്ത് മസിൽസിലാണ്. ഇൻറ്റെസ്റ്റൈനൽ സ്മൂത്ത് മസിൽസിലെ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഏജന്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചത് വെൻ യൂലർ ആൻഡ് നമ്മളുടെ ഗാഡം 1931 ഇത് കണ്ടുപിടിച്ചത്. സോ ഇൻറ്റെസ്റ്റൈനലിലെ സംഭവമായിട്ടാണ് കണ്ടുപിടിച്ചത്. പക്ഷേ പിന്നീട് ഇവയ്ക്ക് വിവിധ തരം പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ന്യൂറോപെപ്റ്റൈഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരിക നെർവസ് സിസ്റ്റം വഴി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ആലോചിക്കുക. സോ അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്. ആൻഡ് അങ്ങനെയുള്ള പ്രവർത്തനം ഉള്ളത് പെയിനിലാണ്, വേദനയിലാണ്. സോ ഇറ്റ്സ് എ ന്യൂറോ മോഡുലേറ്റർ ഓർ ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ പെയിൻ സിഗ്നൽസ്. പെയിൻ സിഗ്നൽസിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. പ്രത്യേകിച്ച് സെൻസേഷൻസ് ഓഫ് പെയിൻ ബ്രെയിനിലേക്ക് വിടുന്ന പാത്വേയിലാണ്. എന്ന് പറയുമ്പോൾ പെയിൻ പാത്വേ ആണ്. ബ്രെയിനിലേക്ക് പോകുന്ന പാത്വേ പെയിൻ പാത്വേ ആണ്. ബ്രെയിനിൽ തിരിച്ചു വരുന്നത് അനാൾജസിക് പാത്വേ ആണ്. സോ അപ്പോൾ സെൻസറി അങ്ങോട്ടേക്ക് പോകുന്ന പാത്വേ ആണ്. സോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, വേദന 2 തരമുണ്ട്. ഒന്ന് ഫാസ്റ്റ് പെയിൻ ആണ്. ഫാസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ A ഡെൽറ്റ ഫൈബേഴ്സ് വഴിയാണ് പോകുന്നത്, അല്ലെങ്കിൽ ദീസ് ആർ മൈലിനേറ്റഡ് ഫൈബേഴ്സ് വഴിയാണ് സോ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഫാസ്റ്റ് പെയിൻ ഓർ സർജിക്കൽ പെയിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പെയിൻ എന്ന് പറയുന്നത് ഏതാണ്? സ്ലോ പെയിൻ ആണ്. സ്ലോ പെയിൻ ഓർ ഡൾ ഏക്കിംഗ് പെയിൻ, പല്ലുവേദനയുടെ ഒക്കെ വേദന, ഡൾ ഏക്കിംഗ് പെയിൻ എന്ന് പറയുന്നത് ഇത് കണ്ടക്ട് ചെയ്യുന്നത് C ഫൈബേഴ്സ് വഴിയാണ്. C ഫൈബേഴ്സ് നമുക്കറിയാം അൺമൈലിനേറ്റഡ് ആണ്. സോ ഈ ഫൈബേഴ്സിൽ C ഫൈബേഴ്സിൽ വഴി പ്രവർത്തിക്കുന്നതാണ് സബ്സ്റ്റൻസ് പി എന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റ് പെയിനിലല്ല, സ്ലോ പെയിനിലാണ്. സപ്പോസ് നമുക്ക് ഇവിടെ എന്റെ കൈയിന്റെ അറ്റാണെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു വേദന ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ മുറിവുള്ള അല്ലെങ്കിൽ വേദനയുള്ള ഭാഗത്ത് നിന്ന് സ്പൈനൽ കോഡിലേക്ക് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇത് സ്പൈനൽ കോഡ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. കൃത്യമൊന്നുമല്ല, നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. സോ സ്പൈനൽ കോഡിലേക്ക് ഈ വേദനയുടെ
അതിൻ്റെ സിഗ്നൽ ഇതാ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഓക്കെ. സോ ഇതാണ് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ. ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഇതാണ്. ആൻഡ് സ്പൈനൽ കോഡിന്റെ ഡോർസൽ ഹോൺ, ഇതാണ് ഡോർസൽ ഹോൺ എന്ന് പറയുന്നത്. ഡോർസൽ ഹോണിൽ വന്ന് അവസാനിക്കും. ആൻഡ് ഈ ന്യൂറോൺസ്, ഈ ഫസ്റ്റ് ഓർഡർ ഇവിടെയുള്ള ഇവിടെ നിന്ന് വരുന്ന ഈ ന്യൂറോൺസ് റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അങ്ങോട്ടേക്ക് പോവുക. അടുത്ത ന്യൂറോൺ ഇവിടെ നിന്നായിരിക്കും. സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ബ്രെയിനിലേക്ക് പോവുക. സോ ഇതിനകത്തേക്കുള്ള ട്രാൻസ്മിഷൻ. സോ സെക്കൻഡ് ഓർഡർ ന്യൂറോണിലേക്ക് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, അതിലേറ്റവും ഫേമസ് ഈസ് ഗ്ലൂട്ടമേറ്റ് ആണ്. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൂട്ടമേറ്റ് ആണ് നമുക്കറിയാം. സോ ഗ്ലൂട്ടമേറ്റ് ആണ് ഒന്ന്. രണ്ടാമത്തെ അതിനൊപ്പം വിടുന്നത്, ഗ്ലൂട്ടമേറ്റിനൊപ്പം വിടുന്നത് സബ്സ്റ്റൻസ് പി ആണ്. സോ ദിസ് ഈസ് എന്ത് ഫൈബറാണ്? സി ഫൈബറിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സി ഫൈബറിലെ ഇപ്പോൾ സബ്സ്റ്റൻസ് പി ഈസ് വാട്ട്? സബ്സ്റ്റൻസ് പി ഈസ് എ കോ ട്രാൻസ്മിറ്റർ ആണ്. സോ ദർ ഈസ് ഗ്ലൂട്ടമേറ്റ് ഉണ്ട്, കോ ട്രാൻസ്മിറ്റർ ആയിട്ട് സബ്സ്റ്റൻസ് പി കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. സോ സബ്സ്റ്റൻസ് പി ഈസ് ന്യൂറോ ട്രാൻസ്മിറ്റർ അറ്റ് ഡോർസൽ ഹോൺ ഓഫ് സ്പൈനൽ കോഡ്. ദാറ്റ് മീൻസ് ഇറ്റ് റിലീസസ് ഫ്രം ദ സെൻസറി അഫറന്റ് നെർവ് എൻഡിങ്. സോ സെൻസറി അഫറന്റ് നെർവ് എൻഡിങ്സിൽ റിലീസ് ചെയ്യുന്ന, സ്പൈനൽ കോഡിൽ റിലീസ് ചെയ്യുന്ന സാധനമാണ് സബ്സ്റ്റൻസ് പി. സോ ഫസ്റ്റ് റോൾ ഈസ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് പെയിൻ സിഗ്നൽസ് ഓർ ഇമ്പൾസസ് ഇൻ ദ സ്പൈനൽ കോഡ് ഫോർ പെയിൻ പെർസെപ്ഷൻ. അതാണ് ഫസ്റ്റ് റോൾ. ഇനി രണ്ടാമത്തെ സിമിലർ ആക്ഷൻ എന്ന് പറയുന്നത് ന്യൂറോജനിക് ഇൻഫ്ലമേഷൻ കണ്ടീഷൻസിലാണ് രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ലോക്കലി ഇറ്റ് റിലീസസ് സബ്സ്റ്റൻസ് പി. അവിടെ നിന്നൊക്കെ സബ്സ്റ്റൻസ് പി റിലീസ് ചെയ്യുന്നുണ്ട് CNSലും ആൻഡ് അതർ ഏരിയ. സോ ഇൻഫ്ലമേറ്ററി സിഗ്നൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുക. എക്സാമ്പിൾ എവിടേക്കാണ്? ഇൻ കേസ് ഓഫ് മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദനയിൽ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന GI ഡിസീസസ്, ദെൻ ബ്ലാഡർ സിൻഡ്രോം. സോ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിൽ ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഹിസ്റ്റമിൻ ആൻഡ് അതർ ന്യൂറോ ട്രാൻസ്മിറ്റർ ഫ്രം മാസ് സെൽസ് ആൻഡ് അതർ ഇൻഫ്ലമേറ്ററി സെൽസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും റിലീസ് സഹായിക്കുകയാണ്. സോ അതർ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിൻ്റെ ഒക്കെ റിലീസ് സഹായിക്കുന്നു എന്നുള്ളതാണ് ന്യൂറോജനിക് ഇൻഫ്ലമേഷനിലെ സബ്സ്റ്റൻസ് പിയുടെ റോൾ. ഇനി മറ്റു ചില ആക്ഷൻസ് പറഞ്ഞാൽ, ഉദാഹരണം ബ്ലഡ് വെസൽസിൽ ആർട്ടറി ആണെങ്കിലോ, ഇൻ കേസ് ഓഫ് ആർട്ടറീസ് അതിനെ ഡയലേറ്റ് ചെയ്യും. ആർട്ടറീസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ BP കുറയും എന്ന് നമുക്കറിയാം. ആൻഡ് ഓൾസോ ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി, ബ്ലഡ് വെസൽസിന്റെ പെർമിയബിലിറ്റി വർദ്ധിപ്പിക്കും. ഇതെല്ലാം നടക്കുന്നതിന് ബിക്കോസ് ഓഫ് നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മെക്കാനിസം വഴിയാണ് ഇത് നടക്കുക. പക്ഷേ വെയിൻസിലോ, ഇൻ കേസ് ഓഫ് വെയിൻസ് ആൻഡ് അതർ സ്മൂത്ത് മസിൽസ്, അവിടേക്കുള്ള സ്മൂത്ത് മസിൽസിൽ ഇത് കൺട്രാക്ഷൻ ആണ് ഉണ്ടാക്കുക. സോ സെർട്ടൺ സ്മൂത്ത് മസിൽസ് കൺട്രാക്ഷൻ, സെർട്ടൺ ഡയലേഷൻ. ഇനി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആണ്. ആൻഡ് ഓൾസോ ഇൻക്രീസ്ഡ് സെക്രീഷൻസ് ഇൻ ദ മ്യൂക്കോ ബ്രോങ്കിയൽ സെക്രീഷൻസ് ഒക്കെ വർദ്ധിപ്പിക്കും, കൂടുതലാക്കും. സോ ആസ്മ, ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ ഇതിനകത്തൊക്കെ ഒരു റോൾ ഉണ്ട്. ഇനി കിഡ്നിയിൽ ദിസ് ഹാസ് ഗോട്ട് നേട്രിയൂററ്റിക് ആൻഡ് ഓൾസോ ഡൈയൂററ്റിക് റോൾ ആണ് ഇതിന് ഉള്ളത്. മറ്റൊരു പ്രവർത്തനം പുതിയതായിട്ട് പറയുന്നതാണ് ഹൃദയത്തിന്റെ റീമോഡലിംഗ് തടയുന്നതിന് ചില പ്രവർത്തനങ്ങൾ, ഇമ്പോർട്ടന്റ് ചില പ്രവർത്തനങ്ങൾ സബ്സ്റ്റൻസ് പിക്ക് ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ചില പ്രവർത്തനങ്ങൾ പറയാം. ഇനി GIT നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ട്. അത് ഞാൻ അവസാനം പറയാനായിട്ട് മാറ്റിവെച്ചാണ്. അത് നമുക്ക് GITയിലെ കാര്യം പറയാം. GITയിൽ ഇതിന് റോൾ ഉണ്ട്. ഉദാഹരണത്തിന് GITയിലെ അവിടെയുള്ള എൻഡറിക് സെൽസ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന്, ഇപ്പോൾ ഇത് എൻഡറിക് സെൽസ് ആണെങ്കിൽ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ഉണ്ടാകും. ആൻഡ് ഇത് സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇത് റിലീസ് ചെയ്യുന്നത്, ആ ന്യൂറോൺസ് റിലീസ് ചെയ്യുന്നത് ഒന്ന് അസറ്റൈൽ കൊളീൻ ആണ്. ദെൻ അതിനൊപ്പം തന്നെ വാസോ ഇൻറ്റെസ്റ്റിനൽ പെപ്റ്റൈഡ് വരാം. ദെൻ സബ്സ്റ്റൻസ് പി ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അവിടെയും ഒരു കോ ട്രാൻസ്മിറ്റർ റോളായിട്ട് സബ്സ്റ്റൻസ് പി ഉണ്ട് എന്ന് പറയാം. ആൻഡ് GITയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം മരുന്നൊക്കെ നമ്മൾ ഇതിനകത്താണ് ഉപയോഗിക്കുക. GITയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അത് ബ്രെയിനും കൂടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം ബ്രെയിൻ ഞാൻ വരയ്ക്കാം. ബ്രെയിൻ ഇവിടെ നമുക്കറിയാവുന്നത് ഇത് മെഡുല്ലയാണ്. സോ ബ്രെയിൻ സ്റ്റെമ്മിലെ മെഡുല്ല ഭാഗത്ത് നമുക്കറിയാവുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇല്ലാത്ത മെഡുല്ലയുടെ ഭാഗങ്ങളാണ് ഏരിയ പോസ്ട്രീമ എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിസ് തുടങ്ങിയ ഭാഗങ്ങൾ, ഇവിടെ ഉള്ള ഈ ഭാഗങ്ങളെ നമ്മൾ സാധാരണ വിളിക്കുക CTZ സോൺ ആണ്. കീമോ റിസെപ്റ്റർ ട്രിഗർ സെന്റർ, അല്ലെങ്കിൽ നമുക്ക് അവയെ സിമ്പിളായിട്ട് വോമിറ്റിംഗ് സെന്റർ ഉണ്ട് എന്ന് നമുക്കറിയാം. സോ ഇവിടെ ഇൻ ദിസ് ഏരിയ വോമിറ്റിംഗ് സെന്ററിൽ ഏത് ന്യൂറോകൈനിൻ റിസെപ്റ്റേഴ്സ് നമുക്ക് അവിടെയാണ്. സോ ഇൻ ദ വോമിറ്റിംഗ് സെന്റർ ദർ ആർ റിസെപ്റ്റേഴ്സ് 5T3 റിസെപ്റ്റേഴ്സ് ഉണ്ട് നമുക്കറിയാം അല്ലെ വോമിറ്റിംഗ് സെന്ററിൽ. സോ അതേപോലെ ഉള്ളതാണ് ന്യൂറോകൈനിൻ 1 റിസെപ്റ്റേഴ്സ് അവിടെ ഉണ്ട്. സോ ന്യൂറോകൈനിൻ റിസെപ്റ്റേഴ്സിൽ ഇത് ന്യൂറോകൈനിൻ റിസെപ്റ്റേഴ്സ് ആണെങ്കിൽ അവിടെ സബ്സ്റ്റൻസ് പി പോയി ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വോമിറ്റിംഗ് ആണ്, ഛർദിൽ ഉണ്ടാകും. സോ വോമിറ്റിംഗ് ഉണ്ടാക്കാം എന്നുള്ളത്. സോ ഈ ന്യൂറോകൈനിനെ ഇവിടെ തടയുന്ന CTZൽ തടയുന്ന മരുന്നുകളാണ് പിറ്റൻസ് വിഭാഗം മരുന്നുകൾ. പിറ്റൻസ് എന്നാണ് നമ്മൾ അവയെ വിളിക്കുക. PITANസിലാണ് അവസാനിക്കുന്നത്. ആൻഡ് ഈ മരുന്നുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ ഇൻഡ്യൂസ്ഡ് നൗസിയ വോമിറ്റിംഗ് CINV അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വോമിറ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള സീരിയസ് ആയിട്ടുള്ള വോമിറ്റിംഗ് കണ്ടീഷൻസിലാണ് നമ്മൾ ഈ പിറ്റൻസ് വിഭാഗം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റൻസ് പിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മരുന്നുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. അതിനു മുമ്പ് മറ്റ് ചില
രോഗങ്ങൾ കൂടി ഇതിന് ആക്ഷൻസ് ഉണ്ട്, അതും കൂടി ഒന്ന് പറഞ്ഞു പോയേക്കാം. ഉദാഹരണത്തിന് എക്സീമയിൽ ചില ആക്ഷൻസ് ഉണ്ട്, സോറിയാസിസിൽ ഇവയ്ക്ക് ചില ആക്ഷൻസ് ഉണ്ട്, ആസ്തമ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ക്രോണിക് ബ്രോങ്കൈറ്റിസിനെ കുറിച്ചും പറഞ്ഞു എന്നായിരുന്നു. ദെൻ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസുകളിൽ ഇതിനകത്ത് ആക്ഷൻ ഉണ്ട്. ദെൻ ഓൾറെഡി മൈഗ്രെയിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സോ ഇങ്ങനെയൊക്കെയുള്ള ചില അസുഖങ്ങളിൽ കൂടി സബ്സ്റ്റൻസ് പിയുടെ റോളുകൾ ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഈ സബ്സ്റ്റൻസ് പിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 തരം മരുന്നുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓൾറെഡി പിറ്റൻസിനായിരുന്നു ഞാൻ പറഞ്ഞു. അതല്ലാതെ ഒരു മരുന്ന് ആദ്യം പറഞ്ഞേക്കാം, അതാണ് കാപ്സൈസിൻ എന്ന്. സ്പെല്ലിംഗ് നോക്കണ്ട, സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്തേക്കാം. കാപ്സൈസിൻ എന്ന് പറയുന്ന മരുന്ന് നമ്മുടെ മുളക് ചെടിയിൽ നിന്ന് കിട്ടുന്ന വേദന സംഹാരിയാണ്. സാധാരണ രീതിയിൽ ഇത് സ്കിന്നിലൊക്കെ ഒട്ടിച്ച് വെക്കുന്ന അങ്ങനെയൊക്കെ വെക്കുന്ന സബ്സ്റ്റൻസ് പി സിന്തസിസ്. സോ ദീസ് ഇൻഹിബിറ്റ് സബ്സ്റ്റൻസ് പി സിന്തസിസ്. കൗണ്ടർ ഇറിറ്റന്റ് ആയിട്ടും ചിലപ്പോൾ ആക്ട് ചെയ്തേക്കാം പുറത്തൊക്കെ ഒട്ടിച്ചിരിക്കുമ്പോൾ. സോ ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ കണ്ടീഷൻ? ആർത്രൈറ്റിസിൽ നമുക്ക് ഉപയോഗിക്കാം, ഫൈബ്രോമയാൾജിയ പോലെയുള്ള വേദന കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം, പെരിഫറൽ ന്യൂറോപ്പതി പോലെയുള്ള കണ്ടീഷൻസിൽ ഉപയോഗിക്കാം, പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ പോലുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കാപ്സൈസിൻ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കും. ആൻഡ് രണ്ടാമത്തെ ഗ്രൂപ്പ് മരുന്ന് അപ്പോൾ എന്തായിരിക്കും? രണ്ടാമത്തെ ഗ്രൂപ്പ് മരുന്നാണ് വോമിറ്റിംഗ് തടയുന്ന NK1 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ വിഭാഗം. അതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ദീസ് ആർ പിറ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മരുന്നുകൾ പറഞ്ഞാൽ 1 ഈസ് അപ്രിപിറ്റന്റ് ആണ്. പിന്നെ നമ്മൾ പിറ്റന്റ് എന്ന് എഴുതിയാൽ മതി. അപ്രിപിറ്റന്റ് ആണ്. ആൻഡ് ഇത് ഓറൽ ഗുളിക അല്ലെങ്കിൽ ക്യാപ്സ്യൂളായിട്ട് കൊടുക്കുന്ന മരുന്നാണ്. ആൻഡ് ഇതാണ് ഒന്നാമത്തെ മരുന്ന്. രണ്ടാമത്തെ മരുന്ന് ഇതിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്, പ്രോ ഡ്രഗ് ഓഫ് അപ്രിപിറ്റന്റ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രോ ഡ്രഗ് എന്ന് പറയുന്നത് ഫോസ് ആണ്. ഫോസ് അപ്രിപിറ്റന്റ്, നമ്മൾ ഫോസ്ഫെനിറ്റോയിൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഫോസ് അപ്രിപിറ്റന്റ് ആണ്. ആൻഡ് ഇത് പക്ഷേ കുത്തിവെപ്പാണ്, ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്ന മരുന്നാണ്. ആൻഡ് ഇതിന്റെ രണ്ടിന്റെയും ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് കുറവാണ്, കമ്പയർ ടു അതർ ഡ്രഗ്സ് കുറവാണ്. പക്ഷെ പുതിയ മരുന്നുകൾ, ഇപ്പോൾ മൂന്നാമത്തെ മരുന്ന് നമ്മൾ പറയുന്നത് നെറ്റൂപിറ്റന്റ് ആണ്. നെറ്റൂപിറ്റന്റ് എന്ന് പറയുന്ന മരുന്ന് 96 മണിക്കൂറാണ് ഇതിന്റെ ഹാഫ് ലൈഫ്. ഇത് 8 മണിക്കൂറൊക്കെ ഉള്ളൂ, ഇത് 96 മണിക്കൂർ. സോ ദിസ് ഈസ് ലോങ് ആക്ടിംഗ് ആണ്, അല്ലെങ്കിൽ അൾട്രാ ലോങ് ആക്ടിംഗ് ആണെന്ന് പറയാം. ആൻഡ് ഇതിന്റെ നെറ്റൂപിറ്റന്റ് തന്നെ ഒരു ഫോസ് നെറ്റൂപിറ്റന്റ് വേറെ അവൈലബിൾ ആണ്, പ്രോഡ്രഗ് കൂടി അവൈലബിൾ ആണ്. നാലാമത്തെ മരുന്ന് എന്ന് വെച്ചാൽ റോലാപിറ്റന്റ് ആണ്. റോലാപിറ്റന്റ് എന്ന് പറയുന്നതിന്റെ ഹാഫ് ലൈഫ് ഈസ് 180 hours ആണ്. സോ ദ ലോങ്സ്റ്റ് ഹാഫ് ലൈഫ് ഉള്ള അൾട്രാ ലോങ് ആക്ടിംഗ് മരുന്ന് ഇതിനകത്ത് റോലാപിറ്റന്റ് ആണ്. ആൻഡ് ഇതല്ലാതെ അഞ്ചാമത്തെ ഒരു മരുന്ന് ട്രാഡിപിറ്റന്റ് ആണ്. ട്രാഡിപിറ്റന്റിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2025 അപ്രൂവ്ഡ് ആയിട്ടുള്ള US അപ്രൂവ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. പക്ഷെ ഇതിന്റെ ഉപയോഗം ഈ മരുന്നുകൾ പോലെ അല്ല എന്നുള്ളതാണ്. ഛർദിലൊക്കെ തന്നെയാണ്, പക്ഷെ ഉപയോഗിക്കുന്നത് മോഷൻ സിക്നസിലാണ്. മോഷൻ സിക്നസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നാണ്. അത് തടയാനായിട്ട്, യാത്രയിലുള്ള ഛർദിൽ തടയാനായിട്ട് രാത്രിക്ക് 1 മണിക്കൂർ മുമ്പ് കഴിക്കുക. അത് വെറും വയറ്റിൽ കഴിക്കേണ്ടി വരും. സാധാരണ ഡോസ് എന്ന് വെച്ചാൽ 85 മില്ലിഗ്രാം അല്ലെങ്കിൽ 170 മില്ലിഗ്രാം ഡോസിലാണ് ഇത് കഴിക്കുക. പിന്നെ ഒരു പിറ്റന്റ് കൂടി പറഞ്ഞേക്കാം, ദാറ്റ് ഈസ് മാരോപിറ്റന്റ് ആണ്. മാരോപിറ്റന്റ് എന്ന് പറയുന്നത് അത് വെറ്ററിനറി ആണ്. സോ ഇറ്റ്സ് വെറ്റാണ്, പൂച്ചയ്ക്കും പട്ടിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. സോ ഇത്രയും മരുന്നുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്, അറിയാനുള്ളത്. അപ്പൊ എന്തിനാണ് ഇവ ഉപയോഗിക്കുന്നത്? യൂസസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കീമോതെറാപ്പി ഓർ ക്യാൻസർ ഇൻഡ്യൂസ് നൗസിയ വോമിറ്റിങ്ങിനെ നമ്മൾ CINV എന്നാണ് എഴുതുക. CINVയിൽ ആന്റി ക്യാൻസർ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇപ്പോൾ സിസ്പ്ലാറ്റിൻ പോലെയുള്ള അതിൽ എമറ്റോജനിക് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഛർദിൽ തടയുക എന്നുള്ളതാണ് ഒരു ഉപയോഗം. രണ്ടാമത്തെ ഇതേപോലെ തന്നെ റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് നൗസിയ വോമിറ്റിംഗ് തടയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചിലതെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഛർദിൽ ഉണ്ടാകുന്ന സർജറിക്കൊക്കെ ശേഷം ഉണ്ടാകുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് നൗസിയ വോമിറ്റിംഗ് തടയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കൊടുക്കുക 5-3 അല്ലെങ്കിൽ സെട്രോൺസ് വിഭാഗം മരുന്നാണ് ഫേമസ് മരുന്ന്. പക്ഷെ ക്രോണിക് കേസിൽ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ക്രോണിക് നല്ലതെന്ന് പറയാം, കൃത്യം വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിലേഡ് ഫേസിനകത്ത്. ഇത് അക്യൂട്ട് ഫേസിനാണ്, 24 മണിക്കൂറിനകം ഛർദിൽ വരുന്നതാണ് അക്യൂട്ട്. ഡിലേഡ് ഫേസിൽ ഏത് മരുന്നാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് നമ്മളുടെ പിറ്റൻസ്, ന്യൂറോകൈനിൻ 1 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഡിലേഡ് ഫേസ് ഛർദിൽ, ഇങ്ങനെയൊക്കെയുള്ള കേസിൽ ഛർദിൽ വരികയാണെങ്കിൽ ഇതാണ് മരുന്ന്. ഓക്കെ, അപ്പോൾ അപ്രിപിറ്റന്റ് നമ്മൾ കൊടുക്കുക സാധാരണ 125 മില്ലിഗ്രാം ആണ്. ആദ്യ ദിവസം കൊടുക്കും, ദെൻ പിന്നീട് 80 മില്ലിഗ്രാം സെക്കൻഡ് ഡോസ് ആൻഡ് തേർഡ് ഡോസ് ഒക്കെ നമ്മൾ അങ്ങനെ ആയിരിക്കും കൊടുക്കുക. ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വോമിറ്റിംഗ് അല്ലെങ്കിൽ അനസ്തീഷ്യ ഇൻഡ്യൂസ്ഡ് അതിനൊക്കെ ആണെങ്കിൽ നമുക്ക് മിക്കവാറും 40 മില്ലിഗ്രാം ഒക്കെ മതിയാവും. ഞാൻ അപ്രിപിറ്റന്റെ കാര്യമാണ് പറഞ്ഞത്. നെറ്റൂപിറ്റന്റ് സാധാരണ 5-3 ആന്റഗോണിസ്റ്റുമായിട്ട് ചേർന്ന് വരുന്നുണ്ട്. ഉദാഹരണത്തിന് പാലോണസെട്രോൺ പോലെയുള്ള മരുന്നുകൾക്കൊപ്പം ചേർത്ത് വരുന്നതാണ്. ആൻഡ് ഇവിടെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ദോഷഫലങ്ങൾ ഒന്ന് വിശപ്പില്ലായ്മയാണ്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് ഉണ്ടാക്കാം. ദെൻ ക്ഷീണത്തിന് നമുക്ക് ടയർഡ്നെസ് എന്ന് എഴുതാം.
ടയർഡ്നെസ്, ലെത്താർജി അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. വയറ്റിലൊക്കെ ആക്ഷൻ ഉള്ളതുകൊണ്ട് ഡയറിയ ചിലപ്പോൾ ഉണ്ടാക്കാം. ദെൻ എക്കിൾ ഹിക്കഫ്. സോ ഇങ്ങനെയൊക്കെയുള്ള അത്രയും ഗുരുതരമൊന്നും അല്ലാത്ത ചില പ്രശ്നങ്ങളാണ് ഇവയുടെ അഡ്വേഴ്സ് എഫക്റ്റ്. ആൻഡ് എല്ലാ മരുന്നുകളും തന്നെ CYP3A4 തടയുന്ന മരുന്നുകളാണ്. അതിലൊരെണ്ണം CYP2D6 ഇൻഹിബിറ്റേഴ്സ് ആണ്. CYP2D6 ഇൻഡ്യൂസർ ആയിട്ടുള്ളത് റോലാപിറ്റന്റ് ആണ്. റോലാപിറ്റന്റ് CYP2D6 ഇൻഡ്യൂസർ ആണ്. ആൻഡ് ദിസ് റോലാപിറ്റന്റ് ഒന്നും എഴുതിക്കാം. ദിസ് PGP ഇൻഹിബിറ്റർ കൂടിയാണ്. PGP എന്താണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില മരുന്നുകൾക്ക് സെല്ലിനകത്തുനിന്ന് പുറത്തേക്ക് തള്ളുന്ന അത് തടയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. സോ അങ്ങനെ ആക്ഷൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സബ്സ്റ്റൻസ് P ആൻഡ് സബ്സ്റ്റൻസ് P റിലേറ്റഡ് ഡ്രഗ്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.